Hi all, welcome to once. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ സിസ്റ്റത്തിൽ ഫോൾട്ട് സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായ സിമെട്രിക്കൽ കോമ്പോണൻസ് ആണ്. ഓക്കെ, സോ ലെറ്റ് us ലേൺ വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് സിമെട്രിക്കൽ കോമ്പോണൻസ്. അപ്പോൾ സിമെട്രിക്കൽ കോമ്പോണൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫോൾട്ട് സ്റ്റഡീസിൽ ഫോൾട്ട്സിനെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. സോ ആ ടൂള് നമ്മൾ പഠിക്കുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് വരും. ആ മെട്രിക്സിന്റെ പേരാണ് സിമെട്രിക്കൽ കമ്പോണന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ സെഷനിൽ നോക്കാം. ആൻഡ് വിൽ സീ ആൻ എക്സാമ്പിൾ പ്രോബ്ലം ദാറ്റ് വാസ് ആസ്ക്ഡ് ഇൻ ഗേറ്റ്. ഓക്കെ, സോ വിൽ ലേൺ ഓൾ ദീസ് ടോപ്പിക്സ് ബ്രീഫ്ലി ഇൻ ദിസ് സെഷൻ. ഓക്കെ, സോ നമ്മൾ സിമെട്രിക്കൽ കോമ്പോണൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു 3-phase സിസ്റ്റം എപ്പോഴാണ് സിമെട്രിക്കൽ എന്ന് നമുക്കൊന്ന് നോക്കാം. A 3-phase system is said to be symmetrical when the system viewed from any phase is similar. Thus, in a 3-phase symmetrical system, the impedances of all the 3 phases are equal and the mutual impedances, if any, between the 3 phases are the same. Okay, അപ്പോൾ നമുക്കൊരു 3-phase system എടുക്കാം. Okay, അപ്പോൾ നമുക്കൊരു 3-phase system. The source side ആണ് എന്ന് നിങ്ങൾ assume ചെയ്യുക. A phase, B phase and C phase. ഇതിനെ ഞാൻ ദിസ് ഇസ് യുവർ സോഴ്സ് സൈഡ്. ഓക്കെ, ഇത് ലോഡ് സൈഡ് ആണ്. അപ്പോൾ ലോഡ് ഞാൻ ചെയ്തു. ഓക്കെ, ഒരു 3-phase സിസ്റ്റത്തിനെ 3 ഫേസിലും ഞാൻ ലോഡ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് എ ന്യൂട്രൽ പോയിന്റ്. ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ ഈ 3 ഫേസിലും ഈക്വൽ ലോഡ് ആണ് കണക്ട് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദ impedances of all the 3 phases, A phase-ലുള്ള impedance is equal to B phase-ലുള്ള impedance is equal to C phase-ലുള്ള impedance ആണെങ്കിൽ, what will happen to the 3-phase voltages or currents in that system? Balanced ആയിരിക്കും അല്ലേ. അപ്പോൾ ബാലൻസ് സിസ്റ്റം ആയിരിക്കും. That is magnitude of VA equal to magnitude of VB equal to magnitude of VC. Similarly, magnitude of IA will be equal to magnitude of IB equal to magnitude of IC, and ഈ 3 phases will be displaced from each other by 120 degree. Okay, അപ്പോൾ നമ്മളൊരു ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ, കറന്റിന്റെയോ വോൾട്ടേജിന്റെയോ ഫേസർ വരയ്ക്കുകയാണെങ്കിൽ, ഈ 3 ഫേസേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും and they will be displaced from each other by 120 degree apart. Okay, 120 degree apart. So the 3-phase voltages or currents are said to be balanced if the magnitude of 3 voltages or currents are equal and are separated from each other by 120 degree electrical in phase. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബാലൻസ് സിസ്റ്റം അല്ലെങ്കിൽ സിമെട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺസെപ്റ്റ് ഓഫ് ബാലൻസ് സിസ്റ്റം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അൺബാലൻസിലേക്ക് നമുക്ക് സിസ്റ്റം പോവുകയാണെങ്കിൽ, അൺബാലൻസിലേക്ക് എപ്പോഴൊക്കെയാണ് പോകുന്നത്? ഒന്നില്ലെങ്കിൽ നമുക്ക് അൺഈക്വൽ ലോഡിങ് പെർ ഫേസ് വരാം, അല്ലെങ്കിൽ ഫോൾട്സ് നമ്മുടെ സിസ്റ്റത്തിൽ വരികയാണെങ്കിൽ സിസ്റ്റം സിമെട്രിയിൽ നിന്ന് മാറി അൺബാലൻസിലേക്ക് പോകും. സോ വെൻ ദ സിസ്റ്റം ഇസ് അൺബാലൻസ്ഡ്, ദ വോൾട്ടേജസ്, കറന്റ് ആൻഡ് ഫേസ് ഇംപിഡൻസസ് ആർ ഇൻ ജനറൽ അൺഈക്വൽ. ഓക്കെ, ഫേസ് ഇംപിഡൻസസ് അൺഈക്വൽ ആയിരിക്കും. അത് കാരണം വോൾട്ടേജസും കറന്റ്സും ഈക്വൽ ആയിരിക്കില്ല ഇൻ മാഗ്നിറ്റ്യൂഡ്. ദർ വിൽ ബി പല പല മാഗ്നിറ്റ്യൂഡ്സിലും ഡിസ്പ്ലേസ്മെന്റ് ആംഗിളും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. 120 ഡിഗ്രി ആയിരിക്കില്ല. സോ അങ്ങനെ ഒരു അൺസിമെട്രിക്കൽ സിസ്റ്റം. ഓക്കെ, നമ്മൾ ഫോൾട്ട് സ്റ്റഡീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി അൺസിമെട്രി നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. സോ സച്ച് എ സിസ്റ്റം ക്യാൻ ബി സോൾവ്ഡ് ബൈ എ ടെക്നീക്ക് ദാറ്റ് ഇസ് കോൾഡ് ആസ് സിമെട്രിക്കൽ പെർ ഫേസ് ടെക്നീക്ക്, ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ദ മെത്തേഡ് ഓഫ് സിമെട്രിക്കൽ കമ്പോണൻസ്. ഓക്കെ, മെത്തേഡ് ഓഫ് സിമെട്രിക്കൽ കമ്പോണൻസ് എന്ന ഒരു മാത്തമാറ്റിക്കൽ അനലിറ്റിക്കൽ ടൂള് വെച്ചിട്ടാണ് നമ്മൾ ഒരു അൺബാലൻസ്ഡ് സർക്യൂട്ട്സ്, പോളിഫേസ് സർക്യൂട്ട്സിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഈ മെത്തേഡ് പ്രപ്പോസ് ചെയ്തത് ഒരു സയന്റിസ്റ്റ് ആയ ഡോക്ടർ C.L. ഫോർട്ടിസ്ക് ആണ്. ആൻഡ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ഇൻ ദ ഇയർ 1981 ആൻഡ് ഹി ഓൾസോ കോൾഡ് ഇറ്റ് ആസ് ദ 3-component മെത്തേഡ്. സോ ഇതിന് പല പേരുകളുണ്ട്. സിമെട്രിക്കൽ പെർ ഫേസ് ടെക്നിക്, മെത്തേഡ് ഓഫ് സിമെട്രിക്കൽ കമ്പോണൻസ് ഓർ ദ 3-component മെത്തേഡ്. സോ ഇറ്റ് ഇസ് ബേസിക്കലി ഹൗ എന്താണ് പറയുന്നത്, ഹൗ ടു ഡീൽ വിത്ത് അൺബാലൻസ്ഡ് പോളിഫേസ് സർക്യൂട്ട്. അപ്പോൾ C.L. ഫോർട്ടിസ്ക് പ്രൂവ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സോ C.L. ഫോർട്ടിസ്ക് വർക്ക് പ്രൂവ്സ് ദാറ്റ് an unbalanced system of n related phasors
can be resolved into n systems of balanced phases called the symmetrical components of the original phases. Okay, appo onnode parayam, unbalanced system of n related phases can be resolved into n systems of balanced phases called the symmetrical components of the original phases. Appo namukku 3-phase system edukam, oru 3-phase unbalanced system edukam. So adil ee formula allengil ee proof engane apply cheyamennu nokam. So 3 unbalanced phases ഉണ്ടാവും ഒരു 3-phase unbalanced system. Okay, അപ്പോൾ ഇതിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ട 3 phases വോൾട്ടേജ് phases ആണ് എടുത്തേക്കുന്നത്. This is first phaser VA, second phaser VB. Okay, മാഗ്നിറ്റ്യൂഡ്സിൽ നിങ്ങൾ നോക്കിയാൽ കാണാം വ്യത്യാസമുണ്ട്. ആൻഡ് VC വീണ്ടും മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ആൻഡ് ഫേസ് ആംഗിൾസ് ഡിസ്പ്ലേസ്മെന്റ് പെർഫെക്റ്റ് 120 ഡിഗ്രി അല്ല, അപ്പാർട്ട് അല്ല. സോ ഇത് എന്ത് സിസ്റ്റം ആണ്? ഇറ്റ് ഇസ് എൻ 3-phase unbalanced phaser system ആണ്. ഒരു 3-phase unbalanced phasers ആണ്. അപ്പോൾ നമ്മുടെ തിയറി അനുസരിച്ച് an unbalanced system of n phasers. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര phasers ഉണ്ട്? 3 phasers ഉണ്ട്. ആ 3 phasersനെ നമുക്ക് റിസോൾവ് ചെയ്യാം. എത്രയായിട്ട്? into 3-phase system can be resolved into 3 balanced system of phasers. Okay, 3 set of balanced systems ആയിട്ട് റിസോൾവ് ചെയ്യാം. First set, second set, third set. So it can be resolved into 3 എങ്ങനത്തെ systems? Balanced system. ഈ 3 system individually നോക്കിയാൽ അത് ബാലൻസ്ഡ് ആയിരിക്കും. Okay, so unbalanced phaser of 3 unbalanced system of 3 phasers is resolved into 3 systems of balanced phasers. അപ്പോൾ ഈ 3 സിസ്റ്റത്തിനെയാണ് നമ്മൾ സിമെട്രിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. സിമെട്രിക്കൽ കമ്പോണന്റ് സിസ്റ്റംസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് സിസ്റ്റം, അതായത് ഇറ്റ് ഇസ് the balanced set of components are ഏതെല്ലാമാണ് ബാലൻസ് സെറ്റ് ഓഫ് കമ്പോണൻസ്. സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് സെറ്റ്. ഈ ഫസ്റ്റ് സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന നെയിമാണ് പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ്. പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ്. സെക്കൻഡ് സെറ്റിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ്. നെഗറ്റീവ് സീക്വൻസ്. And third is the zero sequence. Third is the zero sequence component. Okay, അപ്പോൾ ഈ മൂന്നും എന്താണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് എടുക്കാം. ഇത് ബാലൻസ് സിസ്റ്റം ആണ് കേട്ടോ. ഇറ്റ് ഇസ് ഈച്ച് സെറ്റ് ഇസ് ബാലൻസ്ഡ്. ഈ അൺബാലൻസ് സെറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്ത് 3 സെറ്റ് ആക്കി ആണ് തിയറം പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെറ്റിന്റെ ഫീച്ചർ എന്താ നോക്കാം. ഫസ്റ്റ് സെറ്റിൽ നിങ്ങൾ എടുത്തേ 3 ഫേസേഴ്സ് ഏതൊക്കെയാണ്? VA1, we have VA1 first phaser, second phaser is VB1 and third phaser is VC1. അപ്പൊ ഈ VA1 ന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കി, അതായത് they are balanced, they are equal and they are separated from each other by എത്ര ഡിഗ്രി? 120 degree apart. So the first set, that is positive sequence component of your voltage vector, consists of 3 phasers equal in magnitude and having phase sequence same as the original phaser. Original phaser ഏതാണ്? This is the original unbalanced phaser. ഈ original unbalanced phaserന്റെ phase sequence എന്താണ്? ABC അല്ലേ? ABC ആണ്. ആദ്യം A vector ആണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ ഫേസ് സീക്വൻസ് എടുക്കുക. ആദ്യം A ഫേസ് ആണ് മാക്സിമം അച്ചീവ് ചെയ്യണത്, പിന്നെ B ഫേസ്, പിന്നെ C ഫേസ്. സോ ഫസ്റ്റ് പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് കൺസിസ്റ്റ് ഓഫ് 3 phasers, 3 voltage phasers or current phasers. ഇവിടെ ഞാൻ വോൾട്ടേജ് ഫേസർ ആണ് എടുത്തേക്കുന്നത്. സോ 3 phasers equal in magnitude and displaced from each other by 120 degree apart. It is having the same phase sequence as the original phasers. സോ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അടുത്തത് നിങ്ങൾ നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് എടുക്കാം. നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് എടുക്കുമ്പോൾ ഫീച്ചർ എന്താണ്? വി ഹാവ് VA2, then VC2, then VB2. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫേസ് സീക്വൻസ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലെ? A കഴിഞ്ഞ് C ആണ് വരുന്നത്, പിന്നെയാണ് B. ഓക്കെ, ദ ഫേസ് സീക്വൻസ് ഇവിടെ സെയിം ആസ് ഒറിജിനൽ ഫേസർ ആയിരുന്നു, ABC തന്നെയാണ്. നെഗറ്റീവ് സീക്വൻസിൽ ഫേസ് സീക്വൻസ് റിവേഴ്സ് ചെയ്തു. ഓക്കെ, സോ again negative sequence component consists of 3 phasers
equal in magnitude but having displaced from each other by 120 degree but having phase sequence opposite to the original phases. Okay, phase sequence is opposite to the original phasor. Okay, that is about the negative sequence component. പിന്നെ നമുക്ക് zero sequence component ആണ്. Zero sequence component ൽ നമുക്ക് 3 phasors ഉണ്ട്. We have again 3 phasors, balance phasors VA0, VB0, VC0. ഇത് മൂന്നും equal in magnitude ആണ്. പക്ഷെ ഇതിന്റെ phase ഇതിൽ തമ്മിൽ parallel lines അല്ലേ, parallel vectors ആണ്. So തമ്മിൽ phase displacement ഉണ്ടോ? ഇല്ല. So zero sequence component consists of 3 phasors having equal magnitude but with no phase displacement from each other. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ CL-Fortisന്റെ തിയറം പ്രൂവ്ഡ് ആവുന്നത്. സോ ഒരു അൺബാലൻസ് ഇപ്പോൾ ഈ മൂന്ന് ഫേസിനെയും നമുക്ക് ഈ 3 അൺബാലൻസ്ഡ് ഫേസേഴ്സിനെ നമുക്ക് 3 സെറ്റ് ഓഫ് components ആക്കി റിസോൾവ് ചെയ്യാം. So unbalanced 3-phase system is resolved into 3 balanced system. Okay, and each component is called, first component is positive sequence, second is negative, and third is zero. Positive sequence has voltage vectors having equal in which have equal magnitude and displaced from each other by 120 degree, having phase sequence same as the original phasor. Negative sequence has 3 vectors which is equal in magnitude, displaced from each other from 120 degree, having phase sequence opposite to the original phasor, and zero sequence component have 3 phasors equal in magnitude with 0 phase displacement from each other. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോൾട്ട് സ്റ്റഡീസ്, അതായത് അൺസിമെട്രിക്കൽ ഫോൾട്ട് സ്റ്റഡീസിനെല്ലാം ഈ CL-Fortisന്റെ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഇനി കുറച്ച് അനാലിസിസ് ചെയ്യാണ്. ഓക്കെ, സോ എ ഫേസിനെ നമ്മൾ റിസോൾവ് ചെയ്തു 3 കമ്പോണൻസ് ആയിട്ട്, VA0 പ്ലസ് VA1 പ്ലസ് VA2 ആണല്ലോ. ഓക്കെ, സിമിലർലി ബി ഫേസിനെ നമ്മൾ 3 കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്തു, VB0 പ്ലസ് VB1 പ്ലസ് VB2. And VC ഫേസിനെ നമ്മൾ റിസോൾവ് ചെയ്തു ആസ് 3 കമ്പോണന്റ്, VC0 പ്ലസ് VC1 പ്ലസ് VC2. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡയഗ്രാം, ഫേസർ ഡയഗ്രാം ഓർത്തിരിക്കുക. എങ്ങനെയായിരുന്നു വെക്ടർ വരുന്നത്? This was our positive sequence voltage. This, I'm going to draw this as negative sequence. Okay, so and this is your zero sequence component of voltage. Okay, so this is VA1, this is VB1, this is VC1. Okay, and this is VA2, this will be what? VC2, this is VB2, this is VA0, VB0, VC0. Okay, ആണല്ലോ. ഇതിന്റെ ഫേസ് സീക്വൻസ് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ആൻഡ് ദിസ് ഇസ് സീറോ സീക്വൻസ് വെക്ടേഴ്സ്. ഓക്കെ, 3 വെക്ടേഴ്സിനെ ഞാൻ വരച്ചു. സോ ഈ VB1 ഇസ് ലാഗിങ് VA1 by 120 degree. അല്ലേ? ഇറ്റ് ഇസ് ലാഗിങ് the vector positive sequence A phase vector VA1 by 120 degree. So I can write VB1 is VA1 angle minus 120 degree എന്ന് എഴുതാലോ? Yes or no? Yes. That is same as VA1 angle plus 240 degree. Okay, minus 120 degree is same as plus 240 degree. ഇനി let me define an operator. Okay, I'm going to define an operator A. A എന്ന operator ഞാൻ define ചെയ്യാണ്. So I'll call it as 1 angle 120 degree. Okay, A എന്ന ഒരു operator. This is operator A, which is used in the power system. It is 1 angle 120 degree. So A square എന്തായിരിക്കും? 1 angle 240 ആണല്ലോ. Okay, A square is 1 angle 240. Okay, A cube is 1 angle 360 degree. Right? Okay, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും A എന്ന ഓപ്പറേറ്റർ എന്താണെന്ന്. സോ A square I got it as 1 angle 240 degree ആണല്ലോ. So what is VA1 angle
240 degree, I can write A square VA1 because 1 angle plus 240 degree endana 1 angle 240 degree is A square. So VB1 I can write as A square VA1. പിടികിട്ടിയോ? Okay. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ VB1 കിട്ടി. VC1 എന്തായിരിക്കും? VC1 vector. VC1 is leading your VA1 by plus 120 degree അല്ലേ? VC1 is leading VC1 leads VA1 by plus 120 degree. So I can write VC1 is VA1 angle plus 120 degree or A VA1. Okay, A times VA1. So V1 name, VC1 name I am written in terms of A1, VA1 അതായത് positive sequence component of the A phase voltage in the terms like ഞാൻ എഴുതി. Okay. Similarly, second നമ്മുടെ phasor എടുക്കുക. അതായത് നെഗറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ഓഫ് വോൾട്ടേജസ് നോക്കുക. നെഗറ്റീവ് സീക്വൻസ് ഓഫ് കമ്പോണന്റ് ഓഫ് വോൾട്ടേജസിൽ വാട്ട് ഇസ് ഓക്കെ ഫ്രം ദ ഡയഗ്രാം വാട്ട് ഇസ് VC2 again it is lagging VA2 by VC2 is lagging VA2 by 120 degree or I can write VA2 angle minus 120 or plus 240 VA2 plus 240 which is what plus 240 is A square VA2 ആണല്ലോ. Similarly, what is VB2? VB2 is leading VA2 by plus 120 degree. അല്ലേ? Lead ആണ്. It is leading by 120 degree. So it is AVA2. അപ്പോൾ നമുക്ക് കുറച്ച് റിലേഷൻസ് കിട്ടി അല്ലേ between the sequence components of voltage. ഇത് റിലേഷൻസ് ഒന്നോടെ എഴുതാം. We got these following relations. VB1 as VB1 നമുക്ക് എന്ത് കിട്ടി? A square VA1 കിട്ടി and VC1 നമുക്ക് കിട്ടി AVA1 okay and VC2 we got it as A square VA2 and VB2 we got it as AVA2 okay. So ഇനി ഈ റിലേഷൻസ് യൂസ് ചെയ്ത് I'll just modify the above three equations. Okay. I'm going to modify the above three equations. So, VA and the third set of phasor, the zero sequence phasors, we have VA0 equal to VB0 equal to VC0. And the magnitudes are equal. Magnitude of VA0 equal to magnitude of VB0 equal to magnitude of VC0. Okay. So, VB0 and I can write as VA0 itself, it will not change. VC0 and I can write it as VA0, no change. Now, this mono phase unbalanced phase voltage name, I'll write it as a sum of some components, so there are sequence components of the A phase voltage. So, first equation I retain cheyam, that is VA is equal to VA0 plus VA1 plus VA2 angane retain cheyam. Second equation la varumbo VB is VA0, VB0 is VA0 itself, same ana magnitude la. VB1 is what? A square VA1. VB1 is A square VA1. So we have A square VA1 plus VA2. VB2 endana? VB2 is AVA2. AVA2. Okay. Then VC is equal to again VC0 and VA0 na edam. VC1 endana? AVA1 plus A square VA2 because VC2 is what? A square VA2. അപ്പോൾ നമുക്ക് മൂന്ന് equations കിട്ടിയല്ലേ relating the unbalanced phase voltages VA, VB, VC with the corresponding sequence components of voltages in the A phase. അപ്പോൾ നമുക്കൊരു relationship കിട്ടി. So I'll put this equations in matrix form. Rewriting the equations in matrix form. എന്ത് കിട്ടും? We have VA, VB, VC
okay, is some matrix into VA0, VA1, VA2. Okay. So our matrix എന്താണ് നമുക്ക് നോക്കാം. It is 1, 1, 1, 1, A square A, 1, A square. So we got this as a matrix which relates your phase component of voltages with the symmetrical or sequence components of the A phase voltage. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് symmetrical components നമുക്ക് synthesize ചെയ്യണം. We have to synthesize the symmetrical components out of this unbalanced phase voltages. അപ്പോൾ നമുക്ക് obtain ചെയ്യേണ്ട vector എന്ന് പറയുന്നത് ഈ symmetrical component vector ആണ്. That is VA0, VA1, VA2 ആണ്. Okay. So ഈ vector എങ്ങനെ കിട്ടും? How will we derive this vector? So VA0, VA1 and VA2. Then inverse എടുത്താൽ പോരെ ഈ matrixന്റെ inverse. So this matrix inverse. So ഈ matrixന്റെ inverse എടുക്കുമ്പോൾ you will get it as 1/3, 1, 1/3, 1, 1, 1, 1 A square, 1 A square A, VA, VB and VC. Okay, so this matrix, അതായത് we have a matrix here, this matrix. ഈ dotted line ന്റെ ഉള്ളിൽ enclosed ആയിട്ടുള്ള ഈ matrixനെയാണ് നമ്മൾ symmetrical component transformation matrix എന്ന് പറയുന്നത്. Very, very important. Symmetrical component transformation matrix. Okay. So if you want to, നിങ്ങളുടെ കയ്യിൽ ഒരു 3-phase unbalanced system ഉണ്ടെങ്കിൽ, we have a set of unbalanced voltage phases or current phases. This is applicable to current phases also. Unbalanced set of phase voltages or currents ഉണ്ടെങ്കിൽ, how can you transform that into its sequence or symmetrical components of voltages? A phase ലേക്ക് ട്രാൻസ്ഫോം ചെയ്ത B phase voltages കിട്ടും. നമുക്ക് റിലേഷൻ ഫേസർ എന്ന് അറിയാം. What is the relation between VB0, VB1, VB2 with VA1, VA2. അപ്പോൾ A phase symmetrical components ഇക്വേഷൻ നമുക്ക് ഈ ഒരു മെട്രിക്സ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫോൾട്ട് അനാലിസിസിൽ ഏത് ടൈപ്പ് ഓഫ് അൺസിമെട്രിക്കൽ ഫോൾട്ട് നിങ്ങൾ എടുത്തോൾ, വെദർ ഇറ്റ് ബി ലൈൻ ടു ഗ്രൗണ്ട് ഓർ ലൈൻ ടു ലൈൻ ഫോൾട്ട് ഓർ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഈ 3 ഫോൾട്ട്സിലും നമ്മൾ അൺസിമെട്രി അല്ലെങ്കിൽ അൺബാലൻസ് സിസ്റ്റം, പോളിഫേസ് 3-phase സിസ്റ്റം ആണ് ജനറേറ്റഡ് ആവുന്നത് ആഫ്റ്റർ ദ ഫോൾട്ട് ഹാസ് ഒക്കേർഡ്. സോ അങ്ങനെ ഒരു അൺബാലൻസ് സിസ്റ്റത്തിനെ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ സിമെട്രിക്കൽ കമ്പോണന്റ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സ് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് ഓർത്തിരിക്കണം. സോ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് ന്യൂമറിക്കൽസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയേഴ്സ്. ഓക്കെ, so I'll just sum it up. The symmetrical component transformation matrix is given by VA0, VA1, VA2 is 1/3, 1, 1, 1, 1 A square, 1 A square A, VA, VB, VC. A is nothing but 1 angle 120. This is നിങ്ങൾ ഓർത്തിരിക്കണം, this operator. Okay, 1 angle 120. So ഈ 3 vectors-നെ I can define at VA0, VA1, VA2 നെ ഒരു സിംഗിൾ മെട്രിക്സ് ഒരു ഫേസർ ആയിട്ട് I can represent it as VA0, 1, 2, and ഈ phase components I can just give a phasor representation as VABC. Okay, VA0 is VA0, the vector, the sequence component of A phase voltages VA0, VA1, VA2, and VABC is VA, VB, VC vector. Okay, so it is relating the sequence components to your phase, unbalanced phase voltages. അപ്പോൾ ഈ വോൾട്ടേജസിൽ മാത്രമല്ല കറൻസിലും ഇത് ഈക്വേഷൻ നമുക്ക് ഈക്വലി അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ: a 3-phase transmission line supplies delta connected load Z. The conductor C of the line develops an open circuit fault as shown in the figure. The currents in the line are as shown on the diagram. The positive sequence current component in the line A will be. Okay, അപ്പോൾ നമുക്കൊരു 3-phase ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഉണ്ട്. ലോഡ് പെർ ഫേസ് ഇംപെഡൻസ് Z ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
IA is given as 10 angle 0 degree ampere. IB is given as 10 angle 180 degree ampere. And IC എന്താണ്? It is given as 0 because നമുക്ക് എന്ത് fault ആണ്? Conductor in the C phase develops an open circuited ആയി. അപ്പോൾ IC phase C യിലെ current 0 ആയിരിക്കും. നമ്മളോട് ചോദിച്ചേക്കുന്നത് പോസിറ്റീവ് സീക്വൻസ് കറന്റ് കമ്പോണന്റ് ഇൻ ലൈൻ എ. എ ഫേസിലെ പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് ആണ്. എ ഫേസിലെ പോസിറ്റീവ് സീക്വൻസ് കമ്പോണന്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണത്? IA1 അല്ലെ? IA1 ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. വാട്ട് ഇസ് IA1? ഓപ്ഷൻസ് പല പല ആംഗിൾസിൽ കൊടുത്തിട്ടുണ്ട്, ABCD ആയിട്ട്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമ്മുടെ സിമെട്രിക്കൽ കമ്പോണന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അല്ലേ? അപ്ലൈ ചെയ്യാം. സോ വാട്ട് ഇസ് matrix IA0, IA1, IA2 as, write it as 1 by 3, 1, 1, 1, 1, A square, 1, A square A, IA, IB, IC. ആണല്ലോ. So we are asked to find which vector IA1 ആണ് ചോദിച്ചേക്കുന്നത്. IA1 ഈ റോ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് സെക്കൻഡ് റോ അല്ലേ കറസ്പോണ്ടിങ് ടു IA1. So it is 1 by 3 into 1 into IA, that is IA, plus A into IB, A into IB, plus A square into IC, plus A square into IC. Yes. ഇനി ശ്രദ്ധിച്ച് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. IA നമുക്ക് 10 ആംഗിൾ 0 ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, A is what? A നമ്മൾ ഓപ്പറേറ്റർ A as we have defined it as 1 angle plus 120 degree. So 1 angle 120 degree. IB is given as 10 angle 180 degree. ആണല്ലോ. Plus A square is 1 angle 240 degree. IC is what? 0. ഈ തേർഡ് ടേം നമുക്ക് ഉണ്ടാവില്ല അല്ലെ? ദിസ് തേർഡ് ടേം ഇസ് 0 ബിക്കോസ് 0 കമ്പോണന്റ് ആണ്. IC 0 ആയിട്ട് പോയി. സി ഫേസ് ഓപ്പൺ ആണ്. അപ്പൊ ഈ രണ്ട് ടേംസേ നമുക്കുള്ളൂ. 10 ആംഗിൾ 0 പ്ലസ് 1 ആംഗിൾ 120 ഇൻറ്റു 10 ആംഗിൾ 180 ഡിഗ്രി. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 10 ഇസ് 10. ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 പ്ലസ് 120 എത്ര വരും? 300 വരും അല്ലേ? സോ 1 by 3 10 ആംഗിൾ 0 ഡിഗ്രി പ്ലസ് 10 ആംഗിൾ 300. ഇത് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പാരലോഗ്രാം റൂൾ അനുസരിച്ച് ചെയ്യാന്നുള്ളൂ. രണ്ട് ഫേസസ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. 10 ആംഗിൾ 0 0 ഫേസിൽ ആംഗിൾ 300 എന്ന് പറഞ്ഞാൽ എത്രയാ? -60 ആണ് അല്ലെ? 300 is 360 minus 60. ഓക്കെ, സോ ഇറ്റ് ഇസ് ആംഗിൾ ഇസ് -60. ഇപ്പം 60 ഡിഗ്രി ഒരു ആംഗിൾ മൈനസ് എടുക്കുക. സോ ദിസ് ഇസ് യുവർ this is 60 degree, minus 60 degree, okay. This is your 10 angle 0, 10 angle 300 or minus 60 degree, okay. അപ്പോൾ ഇതിൻ്റെ ഫേസർ റിസൾട്ടൻ്റ് എന്തായിരിക്കും? റിസൾട്ടൻ്റ് എൻ്റെ നടുക്കായിരിക്കും അല്ലേ? അപ്പോൾ ഈ റിസൾട്ടൻ്റ് എങ്ങനെ കാണും? യു ക്യാൻ യൂസ് ദിസ് റൂൾ. A square plus resultant of two vectors A and B at an angle theta. Root of A square plus B square plus 2AB cos theta. Okay, modulus എടുക്കണം. A square is 10 square plus 10 square plus 2 into modulus AB cos theta. That is cos of -60 is plus half itself. So 2 into 10 into 10 cos of -60 is half. So we have root of 10 square plus 10 square plus 100. That is root of 300 വരും അല്ലേ? 10 square plus 10 square, 100 plus 100 plus 100. It is root of 300. Root of 300 is 10 root 3. So ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് 10 root 3 ആണ്. You can solve it using calculator also. Okay, പെട്ടെന്ന് ഇതിപ്പോൾ രണ്ട് സെയിം വെക്ടേഴ്സ് ഈക്വൽ ഫേസർ ആയതുകൊണ്ട് I can add it easily. 1 by 3 10 root 3. 10 root 3 by 3 ആണ് ആൻസർ. So 10 root 3 by 3, what is the angle? Angle is resultant -30 degree ലാണ് അല്ലേ? -30 degree.
Okay. So 10 root 3 by 3 angle minus 30 degree. 10 root 3 by 3 ചെയ്യുമ്പോൾ 5.78 കിട്ടും. So 5.78 angle minus 30 degree. So this A option is the right answer. ഒരു twisting ആയിട്ട് 5.78 angle 90 degree close option തന്നിട്ടുണ്ട്. So don't tick that angle എപ്പോഴും നോക്കുക. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കോംപ്ലക്സ് മോഡിലിട്ട് ചെയ്യാം. Okay, no problem. But since the phasors looks easy to solve by this method, പിന്നെ addition ഒക്കെ എളുപ്പമായതുകൊണ്ടും എല്ലാം സോൾവ് മാക്സ് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് ഇവിടെ. സോ യു ക്യാൻ സോൾവ് ഇറ്റ് ദിസ് വേ ഓൾസോ. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോൾട്ട് സ്റ്റഡീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനലിറ്റിക്കൽ ടൂളാണ് സിമെട്രിക്കൽ കമ്പോണന്റ് തിയറിയാണ്. ഓക്കെ, സോ അതിൻ്റെ ഫോർമുലേഷൻ, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അത് ആരാണ് പ്രപ്പോസ് ചെയ്തത്, അതിൻ്റെ സിഗ്നിഫിക്കൻസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സിമെട്രിക്കൽ കമ്പോണന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന്റെ ഡെറിവേഷനും അനാലിസിസും ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഹോപ്പ് നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ hope to see you all in the upcoming videos with more informative topics. So thank you.